വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ നമ്മള് ഒരാഴ്ചത്തെ ഗ്യാപ്പ് എടുത്തിട്ട് ഇപ്പൊ രണ്ടാമത് കണ്ടുമുട്ടുക കേട്ടോ, അല്ലേ? ഓക്കെ, കുറച്ച് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, നിങ്ങളുടെ കൊണ്ട് ടൈം വേസ്റ്റ് ചെയ്യണില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് എന്താ പറയുന്നത്, കോൺവെർസേഷൻ ക്ലാസ്സിൽ ഇടുമ്പോൾ പറയാൻ ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ സബ്ജി മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ മാർക്കറ്റിൽ പോകുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് പറയാവുന്ന സെന്റൻസുകൾ എങ്ങനെയാണ് അവിടെ സംസാരിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ മാർക്കറ്റിന് നമുക്കറിയാം അല്ലെ, എല്ലാവർക്കും അറിയാം. മാർക്കറ്റിന് പറയുന്നത് എന്താ? ബാസാർ എന്നാണ് അല്ലെ, ബാസാർ. ചിലവർ അതിന് ബാജാർ എന്നൊക്കെ പ്രൊണൗൺസ് ചെയ്ത് കേൾക്കാറുണ്ട് കേട്ടോ. ശരിക്കും ജായുടെ ഇടയിൽ ഒരു കുത്ത് വരുന്നുണ്ട്, അപ്പൊ അത് അല്ലെ, ബസാർ എന്ന് പറയാം. അതല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ എന്താ പറയാ, മണ്ടി എന്നൊരു വാക്ക് കേൾക്കാം. സബ്ജി മണ്ടി അല്ലെങ്കിൽ ഫ്രൂട്ട്സ് മണ്ടി എന്നൊക്കെ കേൾക്കാം. ഈ മണ്ടി എന്ന് പറയുന്നതും ഈ എന്താ പറയാ മാർക്കറ്റിന്റെ തന്നെയാണ്. സബ്ജി എന്ന് പറഞ്ഞാൽ പച്ചക്കറി. ഓക്കെ, സബ്ജി പച്ചക്കറിനെ പറയുന്നത്, വെജിറ്റബിൾസിനെ പറയുന്നത് സബ്ജിയാം എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ്. ഓക്കെ, അപ്പൊ സബ്ജി മണ്ടി. ഇപ്പൊ നമ്മളൊരു മാർക്കറ്റിൽ പോവാണ്, വെജിറ്റബിൾ വാങ്ങാൻ പോവാണ്. അവരോട് എങ്ങനെയാ സംസാരിക്കാം? നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവര് നമ്മളെ ഇൻവൈറ്റ് ചെയ്യും അല്ലെ. ആയിയെ സാബെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാഡം ആണെങ്കിൽ ആയിയെ മാം ജി അങ്ങനെയാ പറയാം. ആയിയെ മാം ജി ക്യാ ചാഹിയെ ആയിയെ മാം ജി വന്നാലും. ഓക്കെ, ക്യാ ചാഹിയെ എന്തു വേണം? അപ്പൊ നമ്മൾ എന്ത് ചോദിക്കും? ജസ്റ്റ് നമ്മൾ കാണുമെങ്കിലും നമ്മൾ ചോദിക്കാം എന്തൊക്കെയുണ്ട് എന്ന് ചോദിക്കില്ലേ. സബ്ജിയാം ക്യാ ക്യാ ഹെ, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ പച്ചക്കറികളുണ്ട്, സബ്ജിയാം ക്യാ ക്യാ ഹെ. അപ്പൊ അവര് പറയും എല്ലാ തരത്തിലും ഉള്ള സാധനങ്ങളുണ്ട്. ഹർ തരഹക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള സബ്ജിയാം ഹേ, പച്ചക്കറികൾ ഉണ്ട്. അപ്പൊ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും ഉണ്ട്. ആപ്കോ ക്യാ ചാഹിയെ, താങ്കൾക്ക് ക്യാ ചാഹിയെ, താങ്കൾക്ക് എന്ത് വേണം? ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് ടമാട്ടർ എന്ന് പറഞ്ഞാൽ തക്കാളി. ഓക്കെ, ഈ വെജിറ്റബിൾസ് നെയിം ഞാനൊരു ക്ലാസ്സിലായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. 25+ വെജിറ്റബിൾസ് നെയിം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ കാണാം, നമ്മുടെ വീഡിയോസിൽ കാണാം കേട്ടോ. വെജിറ്റബിൾസ് നെയിംസും വേണ്ടവർക്ക് അതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഓക്കെ, ടമാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളിയാണ്. അപ്പൊ തക്കാളി ഇപ്പൊ നല്ല വില കൂടിയ സമയം. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ടമാട്ടർ കേസായ എന്ന് ഉദ്ദേശിക്കുന്നത് ആ കേസയോ ഒന്നും ചോദിക്കാറില്ലേ നമ്മള്? അതുപോലെ തന്നെയാണ് ടമാട്ടർ എന്ത് വിശേഷം എന്നല്ല അർത്ഥം വരുന്നത് കേട്ടോ, അതിന് എത്രയാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് അങ്ങനെ ചോദിക്കാം. ടമാട്ടർ കേസായ, ടമാട്ടറിന് എങ്ങനെയാണ്, എന്താണ് വില എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ആള് പറയാണ് ആജ്കൽ ടമാട്ടർ ബഹുത് മെഹങ്ക ചൽ രഹാ ഹൈ. ആജ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആജ് ഇന്ന്, കൽ നാളെ, ഇന്നലെ അതൊന്നുമല്ല. ഇപ്പോൾ എന്നുള്ള അർത്ഥം, ഈയിടെയായി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. നൗഡേയ്സ് ആജ്കൽ ടമാട്ടർ ബഹുത് മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടുതൽ കേട്ടോ, മെഹങ്ക. അപ്പൊ കുറവിന് എന്താ പറയാ? സസ്ത എന്ന് പറഞ്ഞാൽ വില കുറവ് എന്നാണ് അർത്ഥാക്കുന്നത് കേട്ടോ. ഓക്കെ, ആജ്കൽ ടമാട്ടർ ബഹുത് മെഹങ്ക ചൽ രഹാ ഹൈ. ഇപ്പോൾ ടമാട്ടറിന് വില കൂടുതലാണ്, അതാണ്. ഓക്കെ, 70 per കിലോ എന്ന് പറയുന്നത് 70. 70 എന്ന് പറഞ്ഞാൽ 70 ആണ് കേട്ടോ. ഓക്കെ, പെർ കിലോന് 1 കിലോന് 70 രൂപയാണ്. 70 അല്ല കേട്ടോ, ഇന്ന് ഞങ്ങൾ മേടിച്ചത് 80 രൂപയ്ക്കാണ്. 80 ആണ് കേട്ടോ, 80. അപ്പൊ ടമാറ്ററിന് എന്താ പറയാ, ഇപ്പൊ ശരിക്കും വില കൂടുതലുള്ള ടൈമാണ് ഇവിടെ. നമ്മുടെ കേരളത്തിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, പിന്നെ അപ്പൊ നമ്മൾ എന്താ പറയാ, ഭയങ്കര വില കൂടുതലാ അല്ലെ, ബഹുത് മെഹങ്കാ ഹെ. അപ്പൊ അവര് ചോദിക്കും, കണക്റ്റീവായിട്ട് അവർ ചോദിക്കും 70 रुपये per കിലോ ഹേ, ആപ്കോ കിത്തന ദേ ദൂം അല്ലെ, അവർക്ക് സെയിൽ നടക്കട്ടെ. അതിനു വേണ്ടിയിട്ട് അവർ ചോദിക്കും ആപ്കോ കിത്തന ദേ ദൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് എത്ര തരണം എന്നാണ് കേട്ടോ. എത്ര വേണം എന്നുള്ള അർത്ഥം, ചാഹിയെന്നല്ല, ദേദു എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തരണം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ നമ്മൾ എന്താ പറയാ, ബഹുത് മെഹങ്കാ ഹേ അല്ലെ, റേറ്റ് കൂടുതലാണ്. അധ കിലോ ദേദു, എന്ന് പറഞ്ഞാൽ 1/2 കിലോ. ഓക്കെ, 1/2 കിലോ ദേദു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദിക്കുക എന്താ, ഓർ ക്യാ ചാഹിയെ, അത് അവരെ ചോദിക്കാം. ഓർ ക്യാ ചാഹിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർ കൂടെ എന്നുള്ള അർത്ഥത്തില്, ക്യാ ചാഹിയെ ഇനി എന്ത് വേണം എന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പൊ നമുക്ക് എന്താ, ഒനിയൻ വേണം, പ്യാജ് എന്നാണ് ഒനിയനെ പറയാം.
അപ്പൊ നമ്മൾ ചോദിക്കുന്നത് ഇതുപോലെ തന്നെ ഒനിയൻ സോറി പ്യാജ് കേസാ ഹെ അല്ലെങ്കിൽ പ്യാജ് കിത്തനെ കാ ഹെ ഇതൊക്കെ ചോദിക്കാം കേട്ടോ, എത്രയാണ് എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, പ്യാജ് കിത്തനെ കാ ഹെ. അപ്പൊ അവര് പറയാണ് പ്യാജ് കിലോ 60 रुपए, കിലോ 60 रुपए. 60 എന്ന് പറഞ്ഞാൽ 60. ഓക്കെ ശരി. അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക, വെറുതെ നമ്മളൊരു കാര്യം ചോദിക്കുക അല്ലെ, നീ കറക്റ്റ് റേറ്റ് തന്നെയാണോ പറയണേ? ഇപ്പൊ ചിലപ്പോ നമ്മൾ ഡെയിലി പോകുന്ന ഒരു സ്ഥലമായിരിക്കാം, അതല്ലായിരിക്കാം, പക്ഷെ നമ്മളിങ്ങനെ ചോദിക്കും താങ്കൾ കറക്റ്റ് റേറ്റ് തന്നെയാണോ പറയണേ അല്ലേ? ആ സഹി റേറ്റ് ബത്താ രഹോ ഹോ നാ. ആ സഹി റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കള് സഹി റേറ്റ് ശരിക്കുള്ള വിലയല്ലേ ബത്താ രഹേ ഹോ നാ പറയുന്നത്, മനസ്സിലായോ? നീ ഇനി വില കൂട്ടി പറയാണോ എന്നുള്ള അർത്ഥത്തില്. നീ കറക്റ്റുള്ള റേറ്റ് അല്ലേ പറയണേ, നീയല്ല താങ്കൾ അല്ലെ, കുറച്ച് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്നതല്ലേ. ആ സഹി റേറ്റ് ബത്താ രഹേ ഹോ നാ. അപ്പൊ അദ്ദേഹം എന്താ പറയാ, ഹാ മാം, അതെ ഹാ മാം. बाजार में सारे दुकान में 70 रुपए है എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസാറില് മാർക്കറ്റില് സാരെ ദുക്കാനോ എന്ന് പറഞ്ഞ കട, സാരെ എന്ന് പറഞ്ഞാൽ എല്ലാ കടകളിലും 70 रुपये है. 70 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70, 70 रुपये है. आपके लिए मैंने 60 ही बोला, आपके लिए मैंने 60 ही बोला. എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ എന്താ പറയാ കോൺവെർസേഷൻ ആട്ടോ. നിങ്ങൾ ഇത്ര ശ്രദ്ധിക്കേണ്ട, ഇത്ര വറിയാവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ നോർമലി പറഞ്ഞു പോകുന്നതാ. നമ്മളിങ്ങനെ പറയില്ലേ, എല്ലായിടത്തും ഇത്ര റേറ്റാ, എന്താ മാഡത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 10 രൂപ കുറച്ച് പറഞ്ഞതാ, ഞാൻ 60 പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയില്ലേ, അത് കടക്കാർ അങ്ങനെ പറയും. അത് ഹിന്ദിയിൽ ഇങ്ങനെയാ പറയാം, ആക്കിനെ മേനെ 60 ही बोला. താങ്കൾക്ക് വേണ്ടി ഞാൻ 60 പറഞ്ഞുള്ളൂ, ബസാറിൽ എല്ലായിടത്തും 70 രൂപയാണ്. അതാണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ സ്ഥിരം പോകുന്നവരായിരിക്കാം, അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ടാവും അല്ലേ? ടീക്കെ എത്രയാ വേണ്ട, എനിക്ക് 2 കിലോ വേണം, 2 കിലോ ദീജിയെ എന്ന് പറയാം, അല്ലെങ്കിൽ ദേദോ എന്ന് പറയാം. നോർമലി ദേദോ എന്ന് തന്നെ പറയുള്ളൂ, കൂടുതൽ റെസ്പെക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ ദീജിയെ എന്ന് പറയാം കേട്ടോ. ടീക്കെ ടീക്കെ എന്ന് പറഞ്ഞാൽ ശരി, ടീക്കെ 2 കിലോ ദീജിയെ. ഇനി നമ്മൾ ചോദിക്കാണ് കിത്തന ഹുവ, കിത്തന ഹുവ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയായി, കിത്തന ഹുവ. അപ്പൊ എന്താ വാങ്ങി നമ്മള്, 1/2 കിലോ ടമാറ്ററും അതുപോലെ തന്നെ 2 കിലോ പ്യാജും. 60 120 പ്ലസ് 35 അല്ലെ ടമാറ്ററിന്. ഓക്കെ 155 ആയി. അപ്പൊ ഒരു റൗണ്ട് ഫിഗറിന് ഒരു 5 രൂപ ഉണ്ട്. 160 ആണെന്നുണ്ടെങ്കിൽ ഒരു 5 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആള് ചോദിക്കുകയാണ്, ആളുടെ ചേഞ്ച് ഉണ്ടാവില്ല, और 5 को कुछ दे दूं, 5 रुपये को कुछ दे दूं എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപയ്ക്ക് എന്തെങ്കിലും തരട്ടെ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ടീക്കെ നിംബു ദേതു. നിംബു എന്ന് പറഞ്ഞാൽ എന്താണ്, നാരങ്ങ. ഓക്കെ ചെറുനാരങ്ങ. അതല്ലെങ്കിൽ എന്താ പറയാ 5 രൂപയ്ക്ക് എന്താ കിട്ടുന്നത്, ധനിയപ്പത്ത. ഇവിടെ കിട്ടും കേട്ടോ, അവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ധനിയപ്പത്ത, ധനിയപ്പത്ത ദേതു. ധനിയപ്പത്ത എന്ന് പറയുന്നത് കൊറിയാണ്ടർ ലീഫ് കേട്ടോ, മല്ലിയില. ഓക്കെ ശരി. അപ്പൊ അങ്ങനെ വാങ്ങി 160. ബാക്കി എത്രയാ, 40. 200 ആണ് കൊടുത്തെങ്കിൽ ബാക്കി 40 റുപ്പീസ് ഉണ്ട് അല്ലേ, 40. ये लीजिए आपका ബാക്കി. ഓക്കെ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് ഇത് സബ്ജിയാണ്, വെജിറ്റബിൾ ആണ്. ഇനിയിപ്പോ നമ്മൾ അവിടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫ്രൂട്ട്സിനെ പറയുന്നത് എന്താ, ഫൽ എന്നാണ് കേട്ടോ. ഫൽ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ആണ്. ഓക്കെ അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് ഫൽ താസ ഹേക്കിയാം, താസ ഹേക്കിയാം എന്ന് ചോദിക്കുന്നത് ഫ്രഷ് ആണോ എന്നാണ്. താസ എന്ന വാക്കിന്റെ അർത്ഥം ഫ്രഷ് എന്നാണ്. ഫൽ താസ ഹേക്കിയാം, ഫ്രൂട്ട്സ് ഫ്രഷ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയാണ് ഹാ മാം, ഹാ മാം, അതെ ആജ് സോമവാർ ഹേ നാ, ആജ് സോമവാർ ഹേ നാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മൺഡേ അല്ലേ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇന്ന് മൺഡേ അല്ലേ എന്ന് പറയുന്നതിനാണ്. ഓക്കെ സാരേ ഫൽ ആജ് ഹി ആയേ ഹേ, സാരേ ഫൽ എല്ലാ പഴങ്ങളും ആജ് ഹി ഇന്ന് തന്നെ ആയേ ഹേ ഇന്ന് തന്നെ വന്നതാണ്. മനസ്സിലായോ? ഓക്കെ അപ്പൊ ആദ്യം തന്നെ നമ്മള് ആപ്പിള് കണ്ടു. ആപ്പിളിന് എന്താണ് റേറ്റ് എന്ന് ചോദിക്കുക. എങ്ങനെയാണ് നമ്മൾ ചോദിച്ചില്ലയോ, പ്യാജ് കിത്തനെ കാ ഹേ അല്ലെങ്കിൽ പ്യാജ് കേസാ ഹേ എന്ന് പറയുന്ന പോലെ തന്നെ സേബ് കേസാ ഹേ, കിത്തനെ കാ ഹേ. ഓക്കെ സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിള്. ഇതുപോലെ തന്നെ ഫ്രൂട്ട്സ് നെയിം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സിന്റെ നെയിംസ് അറിയാൻ ആഗ്രഹമുള്ളവര് 25+ എന്തായാലും കാണും. ഓക്കെ 15+, 20+, 25+, അങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഫ്രൂട്ട്സിന്റെ നെയിം അല്ലെങ്കിൽ ആനിമൽസിന്റെ, സബ്ജിയുടെ എല്ലാത്തിൻ്റെ ഉണ്ട് കേട്ടോ. ഓക്കെ സേബ് എന്ന് പറയുന്നത് ആപ്പിളിനെയാണ്.
सेब कैसा है? അപ്പൊ ആള് പറയാണ് सेब 220 കിലോ. 220. 200 100 എന്ന് പറഞ്ഞാൽ 100. 200 എന്ന് പറഞ്ഞാൽ 200. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഒന്നും വേറൊന്നുമല്ല, ഈ അക്ഷരങ്ങൾ എല്ലാം നമ്മുടെ സീരീസിൽ ഞാൻ എന്താ പറയാ, അക്ഷരങ്ങളെല്ലാം സംഖ്യകൾ ഇതെല്ലാം നമ്മുടെ സീരീസിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്താ പറയാ 100, 200, 300 അങ്ങനെ പഠിപ്പിക്കാത്തത് കേട്ടോ. 200 പറയുമ്പോൾ 200 മാത്രം പറഞ്ഞു വന്നു. അതുകൊണ്ടാണ് നമ്മുടെ മുന്നുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തവർക്ക് ഇത് അറിയാൻ പറ്റും. ഓക്കെ, അതല്ലാതെ ഞാൻ സംഖ്യകളുടെ എല്ലാം വീഡിയോസ് സ്പെഷ്യലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല, ചെയ്തേക്കാം. ഓക്കെ, ഇപ്പൊ 100 എന്ന് പറയുന്നത് 100-നെയാണ്. അതുപോലെ 200 എന്ന് പറയുന്നത് 200, 300, 400 അങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ 220 എന്ന് പറയുന്നത് 20-നെയാണ്. 10, 20, 30 അങ്ങനെയാണ് വരും. ഓക്കെ, അപ്പൊ 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220. सेब 220 है. അപ്പൊ നമ്മൾ പറയാണ് ഓ ये बहुत महंगा है, ये बहुत महंगा है എന്ന് പറഞ്ഞാൽ എന്താ, പഠിച്ചില്ലായിരുന്നോ? മെഹങ്ക എന്ന് പറഞ്ഞാൽ വില കൂടുതൽ, ഇത് വളരെ വില കൂടുതലാണ് അല്ലെ. അബ് ദേനെ കാ ബോലോ, അബ് ദേനെ കാ ബോലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന റേറ്റ് പറയൂ. ഇവിടെയൊക്കെ നോർമലി പറയണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇങ്ങനെയുള്ള റേറ്റ് ബാർഗനിങ് ഉണ്ടോന്ന് എനിക്കറിയില്ല, ചാൻസ് കുറവാണ് അല്ലെ. ഇവിടെയൊക്കെ അങ്ങനെയല്ല, ഇവിടെയൊക്കെ നമ്മൾ സംസാരിച്ച് എന്താ പറയാ റേറ്റ് ബാർഗനിങ് ചെയ്ത് തന്നെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അബ് ദേനേക്ക പോലോ, താങ്കൾ തരുന്ന റേറ്റ് പറയൂ എന്നാണ്. ദേനേക്ക തരുന്ന കേട്ടോ, ബോലോ പറയൂ, തരുന്ന റേറ്റ് പറയൂ എന്നർത്ഥമാണ് കേട്ടോ. അപ്പൊ ആള് പറയാണ് മാം അഭി സീസൺ നെയ്യേ, അഭി സീസൺ നെയ്യേ മാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ സീസൺ നെയ്യേ, സീസൺ അല്ല. ഓക്കെ, ഇസ്ലിയെ മെഹങ്കാ ഹെ, അതുകൊണ്ടാണ് വില കൂടുതൽ, ഇസ്ലിയെ മെഹങ്കാ ഹെ. അപ്പൊ നമ്മൾ പറയാണ് എന്തെന്ന്, എനിക്ക് 2 കിലോ വേണം, നീ ഇത് കുറച്ച് തായോ, കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. മുജെ 2 കിലോ ചായേ, മുജെ 2 കിലോ ചായേ, എനിക്ക് 2 കിലോ വേണം. തോടാ കം കർക്കെ ദേ സക്താ ഹേ ക്യാ, തോടാ കം കർക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വില കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ്. കുറച്ച് തരാമോ എന്ന് ചോദിക്കില്ലേ, അതാണ് കേട്ടോ. തോടാ കം കർക്കെ ദേ സക്താ ഹേ ക്യാ, ദേ സക്താ ഹേ, സക്താ ഹേ എന്ന് പറഞ്ഞാൽ കഴിയും എന്ന അർത്ഥമാണ് കേട്ടോ. ദേ സക്താ ഹേ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരാൻ കഴിയുമോ എന്നുള്ളതാണ്. ദേ സക്താ ഹേ ക്യാ ക്വസ്റ്റ്യൻ ആണ്, കഴിയുമോ എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, അപ്പൊ വില കുറയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയണെങ്കിൽ നെയ് മാം കം നെയ് ഹോഗ, കം നെയ് ഹോഗ. ചിലവരുണ്ടല്ലേ സ്ട്രിക്റ്റ് ആയിട്ട് ഫിക്സഡ് റേറ്റ് പറയുന്നതാണെങ്കിൽ കം നെയ് ഹോഗ, എന്താ പറയുന്നത്, കുറയില്ല എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി കുറച്ച് തരാമെന്നാണ് പറയണെങ്കിലോ തോട കം കറുങ്ക, തോട കം കർക്കെ ദേ ദൂങ്ക, എങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കണേ കിത്തന ഹോഗ, എത്ര കുറയും. ഓക്കെ, അപ്പൊ പറയണേ 200 को लीजिए, 200 को लीजिए, 200-ന് എടുത്തോളൂ. 1 കിലോന് 220-ന് 20 രൂപ കുറച്ചു, 200-ന് എടുത്തോളൂ. 200 को लीजिए. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറയാ, ठीक है 2 കിലോ दे दो, ठीक है 2 കിലോ दे दो. ഓക്കെ, 2 കിലോ എടുത്തു, 400 രൂപയായി. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ്, സേബ് മാത്രം വാങ്ങുന്നുള്ളൂ കേട്ടോ, ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങൾ നോക്കി പഠിക്കണം. അതുപോലെ തന്നെ 400 രൂപ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം അല്ലേ. ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുമോ, ക്യാ മേ ഗൂഗിൾ പേ കർ സക്താ ഹൂം, ക്യാ മേ ഗൂഗിൾ പേ കർ സക്താ ഹൂം, ക്യാ എനിക്ക് ഗൂഗിൾ പേ ചെയ്യാൻ കഴിയുമോ എന്നാണ്. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെയ്യത്തില്ലല്ലോ, ഉണ്ടാവത്തില്ലല്ലോ. മാം, അപ്പൊ എന്താ പറയാ, സ്കാനർ കഹാ ഹെ, അതായിരിക്കും അടുത്ത് ചോദിക്കുന്നത്. സ്കാനർ എവിടെയാണ്, സ്കാനർ കഹാ ഹെ, ഉദർ ഹെ, സ്കാനർ ഉദർ ഹെ. അപ്പൊ ആളിവിടെയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. സ്കാനർ ഉദർ ഹെ, സ്കാനർ അവിടെയാണ്. അപ്പൊ നമ്മൾ ചെന്നു ഗൂഗിൾ പേ ചെയ്തു. കിയാ ഹെ, ചെയ്തിട്ടുണ്ട്. കിയാ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പൊ ആളെന്ത് പറയുന്നു, ആകെയാ പൈസ, ആകെയാ പൈസ വന്നു. ടീക്ക് കഴിഞ്ഞു, ശരി ടീക്ക്. അതല്ല, ഇനിയിപ്പോ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ടാവും. നമ്മൾ ചോദിക്കുമ്പോ ക്യാ മാം ഗൂഗിൾ പേ കർ സക്താവും അല്ലെങ്കിൽ കർ സക്തിയും എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയും അവര്. അതെങ്ങനെയാ, അപ്പൊ നമുക്ക് മനസ്സിലാവണ്ടേ. ഇല്ല എന്ന് പറയുന്നത് നെഹി മാം എന്ന് പറയാം. ചിലര് പറയും മേരെ പാസ് വോ സുവിധ നെഹി, സുവിധ എന്ന് പറഞ്ഞാൽ സംവിധാനം ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. മേരെ പാസ് എന്റെ അടുത്ത് വോ സുവിധ നെഹി. ഓക്കെ, അപ്പൊ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ആണ്. ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ.
ഇതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് അല്ലേ? അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ എന്തെങ്കിലും സെന്റൻസുകൾ നിങ്ങൾക്ക് ആവശ്യമായി കമന്റിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറേ ക്ലാസ്സുകൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കൊണ്ടുവരാം. ഇന്നിപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് വന്നതല്ല, അതുകൊണ്ടാണ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് എടുത്തിട്ട് വന്നത്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് കൂടി ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.